വാക്കുതർക്കത്തെ തുടർന്ന് യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനിൽ ശനിയാഴ്ച വൈകുന്നേരം 6:30 മണിയോടെയാണ് സംഭവം. ഇടപ്പള്ളി ചങ്ങമ്പുഴ നഗർ സ്വദേശിനി നീതുവിനാണ് കുത്തേറ്റത്. നീതുവിനെ മെട്രോ പോലീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തിച്ചു. സംഭവത്തിൽ നീതുവിന്റെ ഭർത്താവ് മഹേഷിനെ മെട്രോ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീട്ടമ്മയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. കട്ടപ്പന മേട്ടുകുഴിയിലാണ് വീട്ടമ്മയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ചരൽവിളയിൽ മേരിയാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. വെളുപ്പിന് 1 മണിയോടെ വീട്ടിലെത്തിയ മകനാണ് മൃതദേഹം ആദ്യം കണ്ടത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വണ്ടൻമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് കക്കാടംപൊയിൽ 16-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. താഴേക്കക്കാട് താമസിക്കുന്ന ആസാം സ്വദേശിനി സുമനാണ് മരിച്ചത്. വിഷം അകത്തു ചെന്ന് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തെ പോലീസ് ചോദ്യം ചെയ്തു. വീട്ടിൽ വഴക്കുണ്ടായിരുന്നുവെന്നും തുടർന്നാണ് മകളെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയെന്നുമാണ് കുടുംബാംഗങ്ങൾ മൊഴി നൽകിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നട റോഡിൽ ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകൾ തമ്മിൽ തല്ലി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. നഗരമധ്യത്തിൽ മദ്യലഹരിയിലായ സ്ത്രീകൾ പരസ്പരം ആക്രമിക്കുകയും റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പത്തനംതിട്ട കണ്ണങ്കരയിലായിരുന്നു അടിപിടി. കയ്യാങ്കളി കൈവിട്ടതോടെ നാട്ടുകാർ ഇടപെടുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. സ്ഥലത്തെത്തിയ പോലീസ് സ്ത്രീകളെയും അറസ്റ്റ് ചെയ്ത് നീക്കി. അടിപിടിയിൽ സ്ത്രീകൾക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഇവിടെ അവധി ദിവസങ്ങളിൽ മദ്യപിച്ചുള്ള അടിപിടി പതിവാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മുമ്പ് പുരുഷന്മാർക്കിടയിലായിരുന്നു സംഘർഷമെങ്കിൽ ഇപ്പോൾ സ്ത്രീകളും സമാന രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇതര സംസ്ഥാനക്കാരുടെ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്മയും സുഹൃത്തും കസ്റ്റഡിയിൽ. കൊലപാതകമെന്ന സംശയം. കഴക്കൂട്ടത്താണ് ഇതര സംസ്ഥാനക്കാരുടെ 4 വയസ്സായ കുട്ടിയെ മരിച്ച നിലയിൽ കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. വെസ്റ്റ് ബംഗാൾ സ്വദേശിനിയായ മുന്നി ബീഗത്തിന്റെ മകൻ ഗിൽദറാണ് മരിച്ചത്. സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭക്ഷണം കഴിച്ച് കിടന്ന ശേഷം കുട്ടി ഉണർന്നില്ല എന്നാണ് ആശുപത്രി അധികൃതരോട് അമ്മ പറഞ്ഞത്. കുഞ്ഞിന്റെ കഴുത്തിൽ പാട് കണ്ടതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. സംഭവം കൊലപാതകമെന്നാണ് സംശയം. കസ്റ്റഡിയിലെടുത്ത അമ്മയെയും സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മാലിന്യ കൂമ്പാരത്തിൽ ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ യുവതിയുടെ മൃതദേഹം. നോയിഡയിലാണ് സംഭവം. കൈകാലുകൾ കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവം കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. യുവതിയെ തിരിച്ചറിയാതിരിക്കാൻ മുഖം കരിച്ചു കളയാനുള്ള ശ്രമം നടത്തിയതായി പോലീസ് പറഞ്ഞു. 22-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവതിയുടെ മൃതദേഹമാണെന്ന് പോലീസ് പറയുന്നു. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം.